ഹലോ ഗായ്സ്, ഗപ്പിയുടെ കൂടെ ഇടാൻ പറ്റിയ മീനുകൾ. ആദ്യത്തെ നമ്മുടെ ഏഞ്ചൽ ഫിഷ്. ഇത് അഡൽട്ട് ഗപ്പീസിനൊപ്പം ഇടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ കുഞ്ഞുങ്ങളെ തിന്നും. ആപ്പിൾ സ്നെയിൽ. ഇത് ഒരു പ്രശ്നവുമില്ല, ഇത് ചത്തു പോകുന്ന മീനെ ഇത് കഴിക്കും. പിന്നെ ടാങ്ക് ക്ലീനാക്കാനും സഹായിക്കുന്ന ഒരു ഒച്ചാണ്. ടെട്ര, റെയിൻബോ ടെട്രയാണിത്. ഇത് ഗപ്പിയോടെ തന്നെ വെള്ളത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഭംഗി. അടുത്ത കൊറിഡോറാസ് ക്യാറ്റ് ഫിഷ്. ഇത് ഭയങ്കര ഒരു പാവമുള്ളൊരു മീനാണ്. ഗപ്പീനെ പോലെ തന്നെ അത് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മീനാണ്. ഗോസ്റ്റ് ഷ്രിംപ്. ഇത് ഭയങ്കര ചെറുതും പിന്നെ ഗപ്പിക്ക് ഫുഡായി കൊടുക്കുന്നതാണ്. അത് നല്ലൊരു ടാങ്ക് മെയിൻറ്റെയിനാണ് ഗപ്പിക്ക്. അടുത്തത് കോളിലോച്ചസ്. ഇതും ഗപ്പിക്കൊരു നല്ലൊരു മെയ്റ്റാണ്. ഇത് ബോട്ടം ഫീഡേഴ്സാണ്. ഇത് മൺഡേ വന്ന് ഫുഡൊക്കെ എടുത്തോളും. പിന്നെ മൂളി ഫിഷ്. ഇതും അത്യാവശ്യം പാവമായൊരു മീനാണ്. ഇതിനെ നിങ്ങൾക്ക് ഒന്നും രണ്ടോ ഗപ്പിയും മോളി ഫൈറ്റ് ആവില്ല. ഇതും ഗപ്പിയോടെ തന്നെ ബ്രീഡാകും, പക്ഷെ കുഞ്ഞുങ്ങളെ കഴിക്കും. പ്ലക്കോ. ഇത് ഗപ്പീസിന് നല്ലൊരു ടാങ്കാണ്, പക്ഷേ എനിക്ക് അനുഭവം വെച്ച് ഇത് ഗപ്പീനെ കഴിക്കും. നിങ്ങൾ പ്ലക്കോനെ ഇടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇട്ടാലും കുഞ്ഞുങ്ങളൊപ്പം ഇടല്. ചെറിയ ശ്രിംപ്. ഇത് അത്യാവശ്യം നല്ലൊരു ഇതാണ്. സൈസ് ഇല്ലെങ്കിലും നല്ലൊരു ടാങ്ക് മീറ്റാണ്. ടാങ്ക് നന്നായിട്ട് ക്ലീനാക്കും. ഫോർട്ടൈൽ. ഇത് ഗപ്പി പോലെ തന്നെയാണ്. ഗപ്പി എന്ന് തന്നെ പറയാം, ഗപ്പിയല്ല, പക്ഷെ ആ ഒരു സ്പീഷീസ് വരുന്നതാണ്. റെമ്മിനോസ് ടെട്ര. ഞാൻ മുമ്പ് പറഞ്ഞ റെയിൻബോ ടെട്രയുടെ ഇനത്തിൽ വരുന്നതാണ് ഇത്. ഇത് കോമൺ ഫിഷാണ്, ഇച്ചിരി അഗ്രസീവാണ്. ഹർക്കുലിയൻ റോസ്ഫോറ. ഇത് നമ്മുടെ പാടത്തൊന്നും കിട്ടുന്ന ടൈഗർ ഫിഷൊന്നും അല്ല, ഇത് വേറൊരു ഇനം മീനാണ്. ഇത് ബിഗിനർ ഫിഷാണ്, നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാം. ഒക്ടോക്കിൻ ക്ലാസ്. ഇത് ഏതൊരു അക്യൂറിലും വീട്ടിലുള്ള ചെറിയൊരു മീനാണ് ഓട്ടോസ്. ഇതിനെ ഓട്ടോസ് എന്നാണ് വിളിക്കാറുള്ളത്. ഫീമെയിൽ ബെറ്റ. ഈ ഫീമെയിൽ ബെറ്റ ആൺബെറ്റേനെക്കാട്ടും അത്ര അഗ്രസീവ് ആയിരിക്കില്ല, അത് കാരണം ഗപ്പിയുടെ ഒപ്പം ഇടാം. ആൺബെറ്റേനെ ഇട്ടാൽ ഗപ്പീനെ കൊല്ലും. സീബ്ര ഡാനിയോ. ഇതൊരു അടിപൊളി മീറ്റാണ്, ഞാൻ ഇട്ടിട്ടുള്ളതാണ്. ഒന്നും ചെയ്തില്ല. ഇതിൻ്റെ കളർ നന്നായിട്ടൊരു വൈബ്രൻറ്റ് കളറാണ്.